ലണ്ടൻ നഗരത്തിന്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്നുകൊണ്ട് ഇനി ആരും പാകിസ്ഥാൻ സൈനിക മേധാവിക്കെതിരെ സംസാരിക്കേണ്ട. കാരണം അസീം മുനീറിന്റെ ഭയത്തിന്റെ രാജ്യം അതിർത്തികൾ കടന്ന് ഇപ്പോൾ ബ്രിട്ടനിലും എത്തിയിരിക്കുകയാണ്. ജനറൽ അസീം മുനീറിനെതിരെ പ്രസംഗിച്ച് കൃത്യം 24 മണിക്കൂർ തികയും മുൻപ് ഇമ്രാൻഖാന്റെ മുൻ ഉപദേഷ്ടാവ് ഷഹസാദ് അക്ബർ സ്വന്തം വീട്ടിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ലണ്ടൻ പോലീസിനെയും ബ്രിട്ടീഷ് സർക്കാരിനെയും ഒരുപോലെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ഈ ആക്രമണം ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ലണ്ടനിലെ വസതിയിൽ വെച്ച് ബാരിസ്റ്റർ ഷഹസാദ് അക്ബറിന് വധശ്രമത്തിന് സമാനമായ ആക്രമണം നേരിടേണ്ടി വന്നത്. മുഖം മൂടി ധരിച്ചെത്തിയ അക്രമി സംഘം അക്ബറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മൂക്കിനും താടിയലിനും ഗുരുതരമായ പരിക്കേറ്റ അദ്ദേഹം ഇപ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അസീം മുനീറിന്റെ സ്വേച്ഛാധിപത്യ നയങ്ങളെ വിമർശിച്ചു എന്നത് തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെ പ്രധാന പ്രകോപനം. മുനീറിന്റെ പേടിപ്പിക്കൽ തന്ത്രം പരാജയപ്പെടുന്നുവെന്ന് അക്ബർ പ്രസംഗിച്ചതിന് പിന്നാലെയാണ് ബ്രിട്ടീഷ് മണ്ണിൽ മുനീറിന്റെ ഈ തല്ലുമാല അരങ്ങേറിയത്. ഷഹസാദ് അക്ബർ വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല, ഇമ്രാൻഖാൻ സർക്കാരിൽ അഴിമതി വിരുദ്ധ വിഭാഗത്തിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു. പാകിസ്ഥാനിലെ ജനാധിപത്യം അട്ടിമറിച്ച് സൈന്യം അധികാരം പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹം സുരക്ഷ തേടി UK മാറുകയായിരുന്നു. എന്നാൽ ലണ്ടനിലെത്തിയ പാക് ഏജന്റുകൾ അദ്ദേഹത്തെ അവിടെയും വേട്ടയാടുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. വിദേശ രാജ്യങ്ങളിൽ വസിക്കുന്ന വിമർശകരെ നിശബ്ദരാക്കാൻ പാക് ചാര സംഘടനയായ ISI നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ബ്രിട്ടന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ലണ്ടനിൽ ചോരയൊഴുക്കുമ്പോൾ അങ്ങ് പാകിസ്ഥാനിലും കാര്യങ്ങൾ ശാന്തമല്ല. ഇമ്രാൻഖാനെ കാണാൻ അനുമതി നൽകാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരിമാർ റാവൽപിണ്ടിയിൽ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. തോഷഖാന കേസിൽ ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീബിക്കും 17 വർഷം തടവ് വിധിച്ചതോടെ പ്രവർത്തകർ വൻ പ്രതിഷേധത്തിലാണ്. പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം ഇപ്പോൾ ലണ്ടനിലെ തെരുവുകളിലേക്ക് പടരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അസീം മുനീറിനും പാക് സൈന്യത്തിനും നേരെ വിരൽ ചൂണ്ടുന്നവരെ ലോകത്തിന്റെ ഏത് കോണിലായാലും നിശബ്ദരാക്കുമെന്ന ഭീഷണിയാണ് ഈ ആക്രമണം. ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്ന പാകിസ്ഥാനിലെ ഈ ഗുണ്ടാരാജ് ഇനി എത്ര നാൾ തുടരും? ബ്രിട്ടീഷ് മണ്ണിൽ നടന്ന ഈ അതിക്രമത്തിന് ലണ്ടൻ പോലീസ് എങ്ങനെ മറുപടി നൽകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.